എന്തായാലും ബെർലിൻ എക്സ്പ്രസ് യാത്ര അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ്. ഇപ്പൊ ഏകദേശം രാവിലെ 6 മണിയായി. ഞാൻ സ്വിറ്റ്സർലാൻഡ് ട്രെയിൻ യാത്ര ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഫൈനലി ബെർലിൻ എക്സ്പ്രസിന്റെ മുന്നിലെത്തി. ശരിക്കും ബെർലിൻ എക്സ്പ്രസിന്റെ ഫസ്റ്റ് ലുക്ക് കാണുന്ന സമയത്ത് ഒരു ക്ലാസ് സാധനം. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഓസിന് കള്ളവണ്ടി പോകാനും പറ്റൂല. എല്ലാ ബോഗിയിലും ചെക്കിങ് ഉണ്ട്. പെരും മഞ്ഞാണ്. ഈ മഞ്ഞത്ത് ഇറ്റലിയിലേക്കുള്ള പോക്ക് എങ്ങനെ ഉണ്ടാവുന്ന നോക്കാം. അങ്ങനെ മെല്ലെ മഞ്ഞക്കൂടെ ട്രെയിൻ രണ്ട് ഭാഗത്തുള്ള കാഴ്ച കണ്ടിട്ട് ഓരോരുത്തർ വണ്ടടിച്ചിരിക്കുക. ഇന്നെന്റെ കൂടെ ഒരു ജർമ്മൻ ഫാമിലി, ഒരു വൈബ് ചങ്ങായി മൂപ്പരുടെ ഭാര്യ. അങ്ങനെ ഞാൻ എന്തെങ്കിലും തിന്നട്ടെ എന്ന് വെച്ച് പോയേക്കുമ്പോ ഒരു കട്ടൻ കാപ്പിക്ക് ഒരു ക്രൊസാന്റിന് 800 രൂപ. ട്രെയിൻ അങ്ങ് ഓരോ ടണലിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നമ്മളെന്തോ വേറെ ലൈറ്റിലേക്ക് എത്തുന്ന പോലെ വല്ലാത്തൊരു സുഖം. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ ട്രെയിൻ കയറണം. അതിന്റെ ഇടയിൽ TTR വന്നിട്ട് കാലകയം പറഞ്ഞ പോലെ എന്തോ പറഞ്ഞിട്ട് കുറച്ചങ്ങ് പോയപ്പോ ഒരു അമ്മച്ചി ആ ട്രെയിൻ പോലുള്ള ഒരു പാക്കറ്റിലുള്ള മുട്ടായി കൊണ്ട് തന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ഐസ് ടീയിൽ ഷുഗറിലുണ്ട് നമ്മൾ ദൈവം. അങ്ങനെ വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞൊക്കെ ട്രെയിൻ ഇറ്റലിയിൽ നിന്ന് ഫുഡും കഴിച്ചു വരുമ്പോഴേക്കും തിരിച്ചു പോകാനുള്ള ട്രെയിൻ പോയി. ആടെ ഞങ്ങൾ 20 മിനിറ്റ് ആയിട്ടുള്ള സാധാ ട്രെയിൻ കയറി. മറ്റേന്റെ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഈ ട്രെയിനിലാണെങ്കിൽ നമുക്ക് മുന്നിൽ ലോക്കോ പൈലറ്റിന്റെ അടുത്ത് വരെ പോവാം. ഓ ട്രെയിൻ ഓടിക്കുന്ന ഫുള്ള് നമുക്ക് കാണുകയും ചെയ്യും. എന്തായാലും ബെർലിൻ എക്സ്പ്രസ് യാത്ര അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ്. ഫൈനലി യൂറിച്ചിലെത്തി. തിരിച്ച് രാത്രി ഇപ്പോൾ ഹോട്ടലിലേക്ക്. നാളെ അടുത്ത യാത്ര.